എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനൊന്ന് റോഡിലേക്ക് ഇറങ്ങി. നമ്മുടെ പുള്ളിക്കാരനില്ലാത്തതുകൊണ്ട് പൂ മേടിച്ചു. മറ്റേ പൂവും പാലതേ പാലൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ഇത് കണ്ടോ, പാലൊക്കെ കൊണ്ടുവന്നു. കടകളൊന്നും തുറന്നിട്ടില്ല, മണി 7 ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ പൂക്കടക്കാരൊക്കെ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ടെങ്കിലും പൂ ചേച്ചിയെ കാണിച്ചു തരാം കേട്ടോ. പൂക്കട ചേച്ചിയെ കാണിച്ചു തരാമേ. പല വീഡിയോയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കാറുണ്ട്, കാണിച്ചു തരാം. അപ്പോൾ പൂ മേടിച്ചുകൊണ്ടുണ്ട്. നമ്മുടെ പുള്ളിക്കാരനില്ലാത്തതുകൊണ്ട് പൂവും പാലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടോ. നമ്മുടെ പച്ചക്കറിക്കാരൻ നിൽപ്പുണ്ട്. നമ്മുടെ പച്ചക്കറിക്കാരനാണ് ഇവിടെ നിൽക്കുന്നത്. വില കുറച്ചൊക്കെ തരും. ഇവിടെ പച്ചക്കറിക്കാർ ഓരോരുത്തർ വരാൻ തുടങ്ങി കേട്ടോ. ക്യാപ്സിക്കം ഞാൻ്റെ നിന്നാണ് അന്ന് ഒക്കെ മേടിച്ചത്. അപ്പം ഞാനിന്ന് അളിജിങ്ക, ഇത് കണ്ടോ, ഇതാണ് പീച്ചിങ്ങയാണ്. അപ്പോൾ ഇന്ന് അളിജിങ്ക പൊസ്ത എന്ന് പറയുന്നത് ബംഗാളികളുടെ ഒരു കറിയുണ്ട് കേട്ടോ. സോർഷ ചില്ലോ ദോർക്കാർ നെയ് അച്ഛേ അച്ഛേ. നിറച്ചും പച്ചക്കറിക്കാർ വന്നു തുടങ്ങും കേട്ടോ. ഇവിടെ ഒരാളെ വന്നുള്ളൂ. ഇപ്പോൾ ഇയാളുടെ നിന്ന് ഞാൻ മേടിക്കുന്നതല്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനൊരു കറി ഉണ്ടാക്കും. പീച്ചിങ്ങയും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ട് പോപ്പി സീഡിട്ടൊരു കറി, അളിജിങ്ക പൊസ്ത. ഇത് നമ്മുടെ ഗ്ലബ്ബാണ് കേട്ടോ. ഇന്നലെ എല്ലാവരും പിക്നിക്ക് പോയി. ഇതാണ് നമ്മുടെ ഗ്ലബ്ബ്. ഇവിടെ കല്യാണവും എല്ലാം ഉണ്ടാവും കേട്ടോ. ഒക്കേഷനൊക്കെ ഉണ്ടാവും. ദുർഗാപൂജയൊക്കെ ഈ പണ്ടലിൻ്റെ ഇതിൻ്റെ അകത്താണ് നടക്കുന്നത്. എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മുടെ പൂക്കാരത്തി ചേച്ചിയുടെ അടുത്ത് വന്നാണ് കേട്ടോ. നമ്മുടെ പുള്ളിക്കാരനാണ് വരുന്നത്, പക്ഷെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹലോ ദീദി വീഡിയോ കോറി ചെയ്തു. ഭയങ്കര സ്നേഹമാണ് നമ്മളോടൊക്കെ. ആർക്കി ফুলটাদে কি নেই, কেউ নেই তো? কি কেউ নেই, ওটা বসেছিল, আজকে বসেনি। ও আচ্ছা 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 আচ্ছা, ফুলটা ദേ তো ദാദാ നെയ് তো. ഇത് നാരങ്ങയാണ്. ഇത് കണ്ടോ, നാരങ്ങ കെട്ടിയിട്ടേക്കണം. അതെന്തിനാണെന്നറിയാമോ? വീടുകളിലൊക്കെ തൂക്കിയിടും. ഇവിടെ ശനിയാഴ്ചയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഇതേ കണ്ടോ, ചേച്ചി എടുത്ത് കാണിച്ചിട്ടുണ്ട്. വീടുകളിലൊക്കെ തൂക്കിയിടും. ഞങ്ങളും തൂക്കിയിടാണ്ട് കണ്ണ് കിട്ടാതിരിക്കാനെന്നൊക്കെയാണ് തൂക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ പൂവൊക്കെ അതേ അവർ പാക്ക് ചെയ്യുന്നുണ്ട്. അതേ ശംഖുപുഷ്പമൊക്കെ ഇരിപ്പുണ്ട്, ബേൽപ്പത്ത ഇരിപ്പുണ്ട്, അപ്പോൾ ഇവിടുന്ന് ഞാൻ ഈ ചേച്ചിയുടെ നിന്നാണ് മേടിക്കുന്നത് കേട്ടോ. വളരെ കൊല്ലങ്ങളായിട്ട് ഈ ചേച്ചിയുടെ നിന്നാണ്. ഭയങ്കര സ്നേഹം കേട്ടോ ഞങ്ങളോടൊക്കെ. ഈ പഴം എന്തിനെന്ന് ചോദിച്ചാൽ കലശം വെക്കേണ്ട പഴമാണ് കേട്ടോ. കലശം വെക്കേണ്ട, അല്ലാതെ ഇത് കഴിക്കേണ്ട പഴമല്ല. കലശം വെക്കാൻ അവർ തരും. അതായത് മാവിൻ്റെ ഇലയും ആ പഴവും ആംപത്തയും বলছে কি কলাটা কি এরাম കലശ തിവണി ജൊണു এইটা বলছে. അപ്പോൾ ഇതാണ് എൻ്റെ ചേച്ചിയുടെ പൂക്കട. അങ്ങനെ ഇവിടെ ഇഷ്ടംപോലെ പൂവൊക്കെ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ. വലിയ കടകളുമുണ്ട്. പക്ഷെ നമ്മൾ വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വന്നില്ലെങ്കിൽ ഫോൺ വിളിച്ച് പറഞ്ഞാൽ ചേച്ചി കൊണ്ടുവരും. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ എൻ്റെ ചേച്ചിയൊക്കെ കണ്ടല്ലോ, ഭയങ്കര സ്നേഹം കേട്ടോ നമ്മളോട്. കണ്ടില്ലേ വർത്താനമൊക്കെ നിങ്ങൾ. आज तो शनिवार, बेलपत्ता भी दे दो. അപ്പോൾ നമ്മുടെ പൂവ് എടുക്കണം. നമ്മുടെ പൂവ് പാക്ക് ചെയ്ത് കേട്ടോ. নীলকণ্ঠ ফুল দিয়েছে আর পোটা দুপাটা ঠিক আছে. ദുപ്പട്ട দিয়েছি তো. ദുപ്പട്ട എന്ന് പറയുന്നത് ദർപ്പാണ് കേട്ടോ. ഇവിടെ ബംഗാളിയിൽ ദുപ്പട്ട എന്ന് പറയുന്നത്. വീടിൻ്റെ അടുത്തുള്ള എൻ്റെ വീടോട് ചേർന്നുള്ള മിഷ്ടി കടയാണ് കേട്ടോ. ഈ മിഷ്ടി കട ഒരു 40-50 കൊല്ലമായി മിഷ്ടി കടയാണ്. ഇവിടെ ടോക്ക് ദൊയ്, അതായത് നമ്മുടെ ദൊയ് കിട്ടും, മിഷ്ടി ദൊയ് കിട്ടും, അതായത് മധുരമുള്ളത് കിട്ടും, കരിപ്പട്ടി തൈര് കിട്ടും, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ എല്ലാം കിട്ടും കേട്ടോ. വൈകുന്നേരം ആകുമ്പോൾ സിങ്കുടൊക്കെ. അപ്പോൾ കടകളൊക്കെ ഇത് രാവിലെ തുറക്കും കേട്ടോ, 5 മണിക്ക് മിഷ്ടി കട. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള 50 വർഷമായിട്ടുള്ള മിഷ്ടി കടയാണ്, സ്വീറ്റ് കടയാണ്. പെട്ടെന്നൊക്കെ പൂജക്കൊക്കെ ഇവർ സ്വീറ്റൊക്കെ വെക്കും. അപ്പോൾ അതിന് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ കടകൾ തുറക്കുന്നു, പച്ചക്കറി കടക്കാരൊക്കെ വരുന്നു, തിരക്കുള്ള റോഡായിട്ട് വരുന്നു. നമ്മുടെ രിക്ഷക്കാരനാണ്. നമ്മുടെ വീട്ടിൽ ഇനിയിപ്പോൾ തിങ്കളാഴ്ച തൊട്ട് പണി ഇവൻ വരും, വർത്താനം പറയും. പാപ്പാ അങ്ങനെ നമ്മുടെ പൂവൊക്കെ മേടിച്ചോണ്ട്. അപ്പോൾ പൂക്കാരത്തി ചേച്ചിയെ കണ്ടില്ലേ, ഇഷ്ടംപോലെ പേര് ഇവിടെ ഇരിപ്പുണ്ട്. വലിയ കടകളും ഉണ്ട് കേട്ടോ. അവിടെ
എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര വിലയായിരിക്കും. ഇപ്പോൾ ഇത് ചെമ്പരത്തിയുടെ ഹാരമാണ്. ഇപ്പോൾ ഇവരെ നിന്ന് മേടിക്കുമ്പോൾ അത് ഇച്ചിരി കുറഞ്ഞ് കിട്ടുമോ. വലിയ കടയിൽ പോകുമ്പോൾ അവർ കടയിലെ ചാർജും ലൈറ്റിൻ്റെ അതും എല്ലാം കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഡബിൾ വില മേടിക്കും കേട്ടോ, ഓരോ ഹാരത്തിനും പൂക്കൾക്കൊക്കെ. അപ്പോൾ അത് കാരണം ഇനിയിപ്പോൾ തണുപ്പ് കുറഞ്ഞുകൊണ്ട് ഈ ജമന്തി പൂവിൻ്റെ കാലം കഴിഞ്ഞു. തണുപ്പത്തെ ജമന്തി പൂ കൂടുതൽ വരുന്നത്. ഇപ്പോൾ ചൂടാകുമ്പോൾ ജമന്തി പൂവിന് ഭയങ്കര വിലയായിരിക്കും. അപ്പോൾ ഇത് ചേച്ചിയുടെ ചേച്ചി ഞങ്ങളെ പരിചയമുള്ളതുകൊണ്ട് അല്ല, ചേച്ചിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ചായ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കും കേട്ടോ. ഇടയ്ക്ക് ചേച്ചിക്ക് മെഡിസിനൊക്കെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും, പനിയുടെയൊക്കെ ചായ കൊടുക്കും. പിന്നെ അവർക്ക് ഒരുപാട് ഹെൽപ്പുണ്ട് കേട്ടോ. അവർ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മൾ കൊടുക്കുമ്പോൾ നമുക്ക് ഇത്തിരി പൂവൊക്കെ കൂടുതൽ തരാം. പൂ കൂടുതൽ തരാൻ വേണ്ടിയല്ല, അവർക്ക് ചായയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് തുറന്ന് എന്നോട് ചോദിക്കാം, ഭാവി ചായ തരാം. അപ്പം ഞാൻ ഇവിടുന്ന് ദീപക്കിൻ്റെ കയ്യിൽ കൊടുത്തേക്ക് ചായ. അപ്പോൾ ആ ചേച്ചി ഭയങ്കര കമ്പനിയാണ് നമ്മളായിട്ട്. നമ്മൾ പിന്നെ പാവങ്ങളല്ലേ, നമ്മൾ സാധാരണക്കാരായിട്ടോ. അപ്പോൾ എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്. കണ്ടില്ലേ, ആ റോഡിലുള്ള എല്ലാവരും ഭയങ്കര നല്ലതാണോ ഭാവി, നല്ലതാണോ ഭാവി എന്ന് ചോദിക്കും കേട്ടോ, വിശേഷം തിരക്കും. അപ്പോൾ ഇങ്ങനെ പൂക്കൾ മേടിച്ചൊന്നും അടുത്ത പണികൾ ചെയ്യട്ടെ. അത് എൻ്റെ മോൻ ഇവിടെ ഇരിപ്പുണ്ട്. പ്രണാം ചെയ്തേ, ദൈവത്തിന് പ്രണാം ചെയ്തേ. ആ ഗുഡ് ബോയ്, പ്രണാം ചെയ്യേ, 2 കൈ കൊണ്ട് ദൈവത്തിന് പ്രണാം ചെയ്യേ. തമ്പായി എന്നെ രക്ഷിക്കണം, എൻ്റെ അമ്മയെ രക്ഷിക്കണം, ചേട്ടനെ രക്ഷിക്കണം. നമുക്കപ്പോൾ വിളക്കൊക്കെ കത്തിക്കാം കേട്ടാ. ആ കുറച്ച് പണിയും കൂടെ ഉണ്ട്, അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിളക്ക് കത്തിക്കാം കേട്ടാ. ആ തമ്പായി തൊഴുതാ പൊന്ന്, തമ്പായി തൊഴുതാ. എൻ്റെ പൊന്നിന് നല്ല ബുദ്ധിയും ആയുസ്സൊക്കെ കൊടുക്കണം, എൻ്റെ പൊന്നിന് കൊടുക്കണം. നമുക്ക് എല്ലാവർക്കും ആയുസ്സും ആരോഗ്യം, അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യമൊക്കെ തന്നാലേ എൻ്റെ പൊന്നിനെ നോക്കാൻ പറ്റുള്ളൂ, അല്ലേ പൊന്നോ? എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഉണ്ടോ. എൻ്റെ മോനെ ഞാനിങ്ങനെ അവൻ്റെ അച്ഛൻ പോയത് അറിയിക്കാതെ കൂടുതൽ സന്തോഷം കൊടുക്കുന്ന കേട്ടോ. അപ്പോൾ അവൻ ആ ഒരു വിഷമം ഉണ്ടാവത്തില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. അവർക്കൊക്കെ ഒത്തിരി ചങ്ക് നിറഞ്ഞ സ്നേഹം കേട്ടോ. ഞാൻ ലൈവിൽ വരുമ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേർക്ക് ഞാൻ പേരെടുത്ത് ഒരു ദിവസം ലിസ്റ്റിൽ എഴുതി കൊണ്ടുവരാം കേട്ടോ. അല്ലേ പൊന്നു? എല്ലാവർക്കും ഒന്ന് എങ്ങനെ ദീപക്കിനോട് ടാറ്റ പറയുന്നേ ഒന്ന് കാണിച്ചു കൊടുത്തേ. ടാറ്റ കണ്ടല്ലോ ടാറ്റ പറയുന്നത്. ഇപ്പുറത്തെ കൈ ടാറ്റ കണ്ടല്ലോ. എല്ലാവരും ദീപക്കിന് ടാറ്റ പറഞ്ഞത് കണ്ടല്ലോ, ഇല്ലേ പൊന്നു? അച്ഛനെയും നോക്കി വാതിക്കൽ കിടക്കണം കേട്ടോ. ഇന്നലെ തൊട്ട് കാണാനില്ലല്ലോ, അപ്പോൾ വാതിക്കയിൽ ഇങ്ങനെ കിടക്കുന്നതാണ് കണ്ടോ. ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് അവിടെ കിടന്നു. ആ വാതിക്കയിൽ എന്നെ കിടക്കുന്ന. ഞാൻ പറഞ്ഞു, എടാ വാതിക്കൽ കിടക്കണ്ട, അച്ഛൻ ഇപ്പോൾ വരൂല, രാത്രി വരുള്ളൂ. അവൻ ആ വാതിക്കയിൽ ഇത് കണ്ടോ, ഫ്രണ്ട് ഡോറിൽ നിന്ന് മാറുന്നില്ല കേട്ടോ. അച്ഛനെ നോക്കിയിരിക്കുന്നതാണ് ഫ്രണ്ട് ഡോറിൽ. എൻ്റെ പൊന്നെ, വീഡിയോയുടെ കൂട്ടത്തിൽ ഇവിടുത്തെ തിരക്കുകളും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്നത്തെ കറി വെക്കുന്ന ശനിയാഴ്ചയല്ലേ, പീച്ചിങ് അതേ കഴുകി നമ്മൾ ചീകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ചെറുതായിട്ട് അരിയണം. അപ്പോൾ പീച്ചിങ്ങയും ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, 2 ചെറിയ ഉരുളക്കിഴങ്ങ് കേട്ടോ. അപ്പോൾ പീച്ചിങ്ങയും ഉരുളക്കിഴങ്ങും കൂടെ ഇട്ടിട്ട് ബംഗാളി കറി, ഒരു അലു ചിങ്ക പൊസ്ത. പീച്ചിങ്ങയ്ക്ക് ഇവിടെ ജിങ്ക എന്ന് പറയുന്ന അലു പോസ്തോ എന്ന് പറഞ്ഞാൽ പോപ്പി സീഡ് വെച്ചുള്ള ഒരു കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി ഇതേ പോപ്പി സീഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് പോപ്പി സീഡ്. ഇത് ഞാൻ ഇപ്പോൾ വെള്ളത്തിൽ കുതിർക്കാൻ വെക്കും. എന്നിട്ട് നമ്മൾ ചെറിയ അരിപ്പ കൊണ്ട് കടുകൊക്കെ നമ്മൾ കഴുകി അരിക്കില്ലേ, അതുപോലെ അരിച്ചെടുത്തിട്ട് ഇച്ചിരി ചൂടുവെള്ളത്തിൽ അരക്കണം. നല്ല മഷി പോലെ അരക്കണം. ഇച്ചിരി ചൂടുവെള്ളം, ഇളം ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് അരഞ്ഞിട്ട്. ഇതാണ് പോപ്പി സീഡ്. ഇത് നല്ല വില കേട്ടോ. ചെറിയൊരു പാക്കറ്റിന് 180 രൂപയൊക്കെയാണ്. ശരീരത്തിന് നല്ല സാധനം കേട്ടോ. ഇതാണ് പോപ്പി സീഡ്. അതിൻ്റെ കൂടെ ഞാൻ വെള്ള കടുകും കൂടെ ഇട്ടിട്ടാണ് അരക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പിഞ്ച് ഇഞ്ചി, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ കൂട്ടത്തിൽ, അത് ഞാനിതൊരു പകുതി അരഞ്ഞ് കിട്ടുമ്പോൾ ഞാൻ ഈ കടുകും കൂടെ ഇടും. ഈ 2 പച്ചമുളക് ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് അരച്ച്. അപ്പോൾ വെള്ള കളറിലായിരിക്കും കറി. നമുക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇടാം. അപ്പോൾ ഞാനത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഇവിടെ കോബിയുടെ സീസണൊക്കെ കഴിഞ്ഞു. അപ്പോൾ കോബി ഇങ്ങനെ ഒരു ഇച്ചിരി കളറൊക്കെ ചേഞ്ച് ഉണ്ട്. അപ്പോൾ അത് കഴുകി വെച്ചിരിക്കുന്നു. അതിന് വേണ്ടി ഞാൻ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തിളച്ചിട്ട് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ഇട്ടിട്ട് വെള്ളം തിളച്ചിട്ട് ആ കോബി ഒന്ന് ചൂടുവെള്ളത്തിലിട്ടിട്ട് 3 മിനിറ്റ് ഒന്ന് വച്ചതിന് ശേഷം അത് ഉപ്പിട്ടു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടും കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേണം അത് കഴുകിയിട്ട് ഒരു 3 മിനിറ്റ് ചൂടുവെള്ളത്തിന് ഇട്ടതിന് ശേഷം ഈ വെള്ളം ഞാൻ ട്രെയിൻ ചെയ്ത് കളയും. ട്രെയിൻ ചെയ്തിട്ട് പിന്നെ ഞാൻ അതിൻ്റെ
ബാറ്റർ ശരിയാക്കിയിട്ടൊന്ന് വറുത്തെടുക്കാനാണ് കേട്ടോ, ഫ്രൈ ചെയ്തെടുക്കാനാണ്. നമ്മൾ കോവയ്ക്ക് വേണ്ടി ബാറ്റർ ശരിയാക്കാൻ വേണ്ടി ഞാനിതിൽ ഇച്ചിരി റൈസ് പൗഡർ എടുത്തിട്ടുണ്ട്, ഇച്ചിരി കൂടുതൽ കോൺഫ്ലവർ പൗഡർ എടുത്തിട്ടുണ്ട്, റൈസ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. വേണമെന്നുള്ളവർക്ക് കോൺഫ്ലവർ ഇടാം, എല്ലാ റൈസ് പൗഡറാണ്. ചിലവർ ബേസിൻ പൗഡർ, അതായത് കടലപ്പൊടി ഇടുന്നതാണ്. കുറച്ച് വിനാഗിരി ഇടും ഞാൻ കേട്ടോ, അതിടും. പിന്നെ അതിന് വേണ്ടിയാണ് ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക് ഇട്ട പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് ഞാൻ ആ ബാറ്റർ ശരിയാക്കി വെച്ചതിന് ശേഷം അതിൽ മുക്കി ഫ്രൈ ചെയ്ത് എടുക്കും കേട്ടോ. അതിനാണിത്. അതിനുള്ള വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇതെൻ്റെ കുഞ്ഞിന് വേണ്ടിയാണ് കേട്ടോ. കുഞ്ഞിവിടെ കിടപ്പുണ്ടേ, കാണിച്ചു തരാം. ഇത് കണ്ടോ, കുഞ്ഞിവിടെ കിടപ്പുണ്ട് എൻ്റെ പിറകെ കേട്ടോ. അപ്പോൾ എൻ്റെ കുഞ്ഞിന് വേണ്ടി ഞാനിതേ മത്തങ്ങ അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട്. ഇത് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇച്ചിരി കുക്കറിലിട്ട് വേവിച്ചിട്ട് അവന് തൈരും ചോറുമായിട്ട് കൊടുക്കും. അപ്പോൾ തൈര് കാണിച്ചു തരാം. അവൻ്റെ തൈര് മേടിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ പൂ മേടിക്കാൻ പോയപ്പോൾ തൈരും കൂടെ മേടിച്ച് വെച്ചു. അവന് ഇത്രയും തൈര് വേണം കേട്ടോ. ഇതിൻ്റെ ഒരു കാരണം നല്ല ചൂട് സമയമല്ലേ, ഇത്തിരി തൈര് ഇട്ട് കൊടുക്കാതെ അവൻ കഴിക്കത്തില്ല കേട്ടോ. അപ്പോൾ അവന് വീട്ടിലുണ്ടാക്കുന്ന തൈര് ഇഷ്ടമല്ല, ഈ തൈരാണ് ഇഷ്ടം, അമൂലിൻ്റെ. അപ്പോൾ ഞാൻ തൈര് വാങ്ങിക്കൊണ്ട് വന്നു. ഇന്നലത്തെ ബാക്കി തൈരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ, വീട്ടിലുണ്ടാക്കിയ തൈരും ഇരിപ്പുണ്ട്. എന്നിരുന്നാലും അവന് ഈ തൈരാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഈ പൊസ്തോ ഇത്തിരി വെള്ളം ഒഴിച്ച് വച്ചിട്ട് അതൊന്ന് ഒരു 2-3-5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് അതൊന്ന് കുതിർന്നതിന് ശേഷം ചെറിയ അരിപ്പയിൽ അരിച്ച്, ഇത് ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടാവും കേട്ടോ, അരിച്ചെടുത്തിട്ടൊക്കെ കൊണ്ടുവരട്ടെ. വെള്ളം ഒഴിച്ച് വെക്കട്ടെ. ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ച് വച്ചതിന് ശേഷം അതവിടെ ഇരിക്കട്ടെ. ഇരുന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാനൊന്ന് കഴുകി അതൊന്ന് ചെറിയ നമ്മുടെ ചായ അരിപ്പില്ലേ, ആ അരിപ്പയിലിട്ട്, അത് കുഞ്ഞ് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ചായ അരിപ്പിലേ അരിക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ മേടിച്ചതെന്ന് പറഞ്ഞാൽ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്, അതിൽ മണ്ണൊന്നുമില്ല. ചിലത് ലൂസായിട്ട് മേടിക്കുമ്പോൾ മണ്ണൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അപ്പോൾ നമ്മൾ കറിയിൽ മണ്ണ് ചവക്കരുത്, നമ്മൾ കടുകൊക്കെ കഴുകി വെക്കൂലേ, അതുപോലെ ഞാൻ ഇതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴുകും. ഇതിലും ഒന്നുമില്ല കേട്ടോ, ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ്. എന്നിരുന്നാലും ഞാനൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ കൂടെ ഇടും. ഇതിപ്പോൾ അവിടെ ഇരിക്കട്ടെ. പിന്നെ പതിവ് പോലെ തന്നെ നമ്മൾ ഇന്ന് കത്തിരിക്കയും ഇത് മാർക്കറ്റിൽ നിന്ന് മേടിച്ച്, നമ്മളവിടെ ആര്യവേപ്പിലുണ്ട്, പക്ഷെ കയറി പറിക്കാൻ പറ്റൂല കേട്ടോ. മുകളിലത്തെ വീട്ടുകാർ 3ാമത്തെ നിലയിൽ നിന്നൊക്കെ ജനലിൽ കൂടെ, ബാത്റൂമിൻ്റെ ജനലിൽ കൂടെയൊക്കെ കൈയിട്ട് അവർക്ക് പറിക്കാം. നമ്മുടെ ഇതിൽ നിന്ന് പറിച്ചുകൊണ്ട് പോകും കേട്ടോ. പക്ഷെ നമുക്ക് ഇത്രയും ഒന്നും കയറാനൊന്നും ആൾക്കാരില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാർക്കറ്റിൽ നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ആര്യവേപ്പിലയും കത്തിരിക്കയും വെച്ച്, അപ്പോൾ ഇന്ന് മോളുണ്ട്, അപ്പോൾ അതുകൊണ്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ട് അത് വെക്കാൻ പോകുന്നു. പിന്നെ പതിവ് പോലെ തന്നെ നമ്മുടെ ജ്യൂസ് അടിക്കണം, മോളുണ്ടല്ലോ. അപ്പോൾ പതിവ് പോലെ തന്നെ ഞാൻ ബീട്രൂട്ട്, ക്യാരറ്റൊക്കെ കഴുകി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു നെല്ലിക്കയും ഈ ആപ്പിളും കൂടെ ഇട്ടിട്ട് ജ്യൂസും അടിച്ച് ഇത്തിരി നാരങ്ങയും പിഴിഞ്ഞ് ഇന്ദുപ്പ് ചേർക്കും കേട്ടോ, എടുത്ത് മോക്ക് കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ കോളിഫ്ലവർ മഞ്ഞപ്പൊടിയൊക്കെ വെള്ളം തിളച്ചപ്പോൾ ഇട്ടു കേട്ടോ. ഇട്ട് കഴിഞ്ഞു. ഇട്ടിട്ട് ഞാൻ അതൊന്നൊരു 3 മിനിറ്റ് ഞാൻ അടച്ച് വെച്ചിട്ട് ഇതിൻ്റെ വെള്ളം അങ്ങോട്ട് കളഞ്ഞിട്ട് എടുത്തുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ അരിപ്പ പോലത്തെ പാത്രമില്ലേ, സ്റ്റീൽ പാത്രമില്ലേ, അപ്പോൾ അതിൽ എടുത്താൽ മതി. അപ്പോൾ അത് 3 മിനിറ്റ് ഇങ്ങനെ അടച്ചിരിക്കട്ടെ. അത് 3 മിനിറ്റ് അടഞ്ഞിരിക്കട്ടെ. അപ്പോഴത്തേക്കും ഞാൻ ജ്യൂസ് അടിച്ചുകൊണ്ട് വരട്ടെ, എൻ്റെ മോക്ക് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ജ്യൂസ് അടിച്ചു. ഇതൊന്ന് അടച്ച് വെക്കട്ടെ. ജ്യൂസിൻ്റെ കാര്യമായി. ഇത് നമ്മൾ ചൂടുവെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് അത് വെള്ളം ഡ്രെയിൻ ചെയ്ത് കളഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. പീച്ചിങ് അത് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാറ്റർ ശരിയാക്കി വെച്ചിട്ട് പൊസ്തോ അരക്കുന്ന കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് പൊസ്തോ എങ്ങനെ അരക്കണമെന്ന് ഒന്ന് കാണിച്ചു തരാം. പൊസ്തോ എന്ന് പറയുന്നത് പോപ്പി സീഡ് കേട്ടോ. കറികളൊക്കെ വെക്കുമ്പോൾ നമ്മുടെ മോൻ്റെ ഇതൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ ചോറുമായിട്ട് വേവിച്ച് തണുത്ത് കഴിഞ്ഞ് നല്ല പീച്ച് അവന് തൈരും ഒക്കെ ആയിട്ട് ചോറ്. മോൻ്റെ കാര്യം ആദ്യം നോക്കണമല്ലോ. ഇതൊന്ന് വേവിച്ച് വെക്കട്ടെ. നീമ്പത്തയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നീമ്പത്ത ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എണ്ണയിലിട്ട് വറക്കില്ല, വെറുതെ ചീനച്ചട്ടിയിലിട്ട് വറുത്തിട്ട് എടുത്ത് മാറ്റി വച്ചതിന് ശേഷം ഇച്ചിരി കത്തിരിക്ക എണ്ണയിലിട്ട് വറുത്തിട്ട് ഇത് അങ്ങോട്ടിടും. അതായത് എണ്ണയിൽ വറുക്കാതെ ചീനച്ചട്ടിയിൽ വെറുതെ ഇല വറുത്തെടുക്കൂലേ എന്ന് പറഞ്ഞ പോലെ വറുത്തെടുത്തതിന് ശേഷം ഇതൊരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ട് നമ്മുടെ കത്തിരിക്ക ഇച്ചിരി എണ്ണയിൽ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം ഇത് അങ്ങോട്ട് തട്ടും കേട്ടോ. അങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഞാൻ നമ്മുടെ പോപ്പി സീഡ് കഴുകി
രണ്ട് വെള്ളത്തിൽ കഴുകുമ്പോഴും ഇതുപോലെ അരിപ്പയിലിട്ട് അരിക്കണം കേട്ടോ, അല്ലെങ്കിൽ മണ്ണൊക്കെ ഉണ്ടായാലോ. എന്നിട്ട് ഇതിലേക്ക് ഇടുന്നു, ഇച്ചിരി ചൂടുവെള്ളം ഒഴിക്കും. അപ്പോൾ നമ്മൾ ഒരു ഇച്ചിരി ചൂടുവെള്ളം കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കരുത്, കുറച്ച് വെള്ളത്തിൽ അരച്ചിരുന്നാലേ ഒഴിയുള്ളൂ. അപ്പോൾ ഒരുപാട് ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ മിക്സിയിൽ പൊന്തി താഴേക്കൊക്കെ വീഴും കേട്ടോ. അങ്ങനെ ഒരു ചൂടുവെള്ളം, അതൊന്നും അരഞ്ഞ് കിട്ടാൻ വേണ്ടി, നമ്മൾ തേങ്ങയൊക്കെ അരക്കൂലേ എന്ന് പറഞ്ഞ പോലെ കുറച്ച് വെള്ളം ഒഴിച്ചു. അപ്പോൾ ഇത് ഒരു പകുതി അരച്ചിട്ട് ഞാൻ ഈ കടുകിടും കേട്ടോ, വെള്ളക്കടുകിടും. അപ്പോൾ ഈ വെള്ളക്കടുക് ഞാൻ 2-3 വെള്ളത്തിൽ കഴുകി അരിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഫ്രഷാണ് കേട്ടോ, ഞാൻ മേടിക്കുന്നത് ഫ്രഷാണ്. അതിൽ മണ്ണൊന്നും ഇല്ലെങ്കിലും നമ്മൾ അങ്ങനെ അല്ലല്ലോ കടയിൽ നിന്ന് മേടിക്കുന്ന സാധനങ്ങളിൽ ഒന്ന് കഴുകുന്നത് നല്ലതാണ്. ഫ്രണ്ട്സ്, ഞാൻ ഈ പോപ്പീസിയുടെ പകുതി അരച്ചിട്ട് കൊണ്ടുവന്നു. ഇത് ശരിക്കും അരച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ നല്ല വെള്ള കളറാവേ, നല്ല തേങ്ങയുടെ കളർ വരും. അപ്പോൾ ഇതും ഇട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഈ പച്ചമുളകും ഇഞ്ചിയും ഒരു പിഞ്ച് ഇഞ്ചിയും കൂടെ ഇട്ട് അതും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ, എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് കണ്ടില്ലേ, മഷി പോലെ നല്ല ബട്ടർ പോലെ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഇത് നമുക്കിനി പണിയുണ്ട്. നമുക്ക് എങ്ങനെയാണ് അളജിങ്ക പോസ്ത ഉണ്ടാക്കണം എന്നൊന്ന് മനസ്സിലാക്കാം കേട്ടോ. അതിന് ഒന്നുമില്ല, കടുകെണ്ണയാണ് ഇവിടത്തുള്ളവർ ഉപയോഗിക്കുന്നത്. കാരണം കടുകെണ്ണ ഇട്ടാലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ കറിക്ക് കേട്ടോ. അപ്പോൾ കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ. കടുക് നമ്മൾ ഒരു 1/2 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ, അത് കയ്ക്കൊന്നുമില്ല കേട്ടോ. ഇത് കയ്ക്കണ സാധനമൊന്നുമല്ല, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ ഇച്ചിരി നെയ്യുള്ള ഡാല്, അതായത് മുളക് പൊടിയൊന്നും ഇടില്ല ഇവിടുത്തെ ഉള്ളവർ, ജീരകം മാത്രം കൊല്ലമുളക് ഇട്ടിട്ട് നെയ്യുള്ള പരിപ്പും വെച്ച് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ, ഇത് അരച്ച അരപ്പ് ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് പീച്ചിങ്ങയൊക്കെ തയ്യാറാക്കാം. കോളിഫ്ലവറിന് വേണ്ടിയുള്ള ബാറ്റർ ശരിയാക്കിയിട്ട് നമുക്ക് അച്ചിങ്ങയുടെ പണി നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ചെറിയ ടീസ്പൂണാണ്. അപ്പോൾ ഇച്ചിരി കാശ്മീരി മുളക് പൊടി എടുത്തു, മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്, ഇച്ചിരി ഇട്ടുന്നുള്ളൂ കേട്ടോ, മഞ്ഞൾപ്പൊടി ഇച്ചിരി ഇടുന്നുള്ളൂ. കുരുമുളക് പൊടി എടുത്തു, ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു. അപ്പോൾ നമുക്ക് കാശ്മീരി മുളക് പൊടിയിൽ നമുക്കധികം എരിവില്ല. അപ്പോൾ കളറിന് വേണ്ടി നമുക്ക് എന്ത് പൊടി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. കാശ്മീരി മുളക് പൊടി നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ഞാനതിൽ കൂടെ അരിപ്പൊടി എടുത്തു. അരിപ്പൊടി ഒരു 1/2 കപ്പ് കേട്ടോ. നിങ്ങളുടെ കോളിഫ്ലവർ എത്രയുണ്ടോ അതിനനുസരിച്ച് എടുക്കുക. പിന്നെ കോൺഫ്ലവർ ഞാൻ ഇച്ചിരി കൂടുതലിടുന്നുണ്ട് കണ്ടോ, കോൺഫ്ലവർ ഞാൻ കൂടുതലിടുന്നുണ്ട്. എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് ഈ ബാറ്റർ ഒന്ന് ശരിയാക്കിയതിന് ശേഷം ഇതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി വിനാഗിരി, ചിലവർ തൈര് ഇടും കേട്ടോ. ഇവിടെ ബംഗാളികൾ കുറച്ച് തൈരൊക്കെ ഇടാറുണ്ട്, ഞാൻ ഇച്ചിരി വിനാഗിരി ഇടുന്നത് കേട്ടോ, വേറെ ഒന്നുമല്ല. കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്തു, ഒരു 2 ടീസ്പൂൺ, കൂടുതലൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അവരോടെ പാകത്തിന് അവരോട് എടുക്കുക. കോളിഫ്ലവർ എത്രയാണ്, അപ്പോൾ ഞാൻ 2 കോളിഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഇച്ചിരി സോയാബീൻസ് സോസും ഇട്ടിട്ടുണ്ട്, ഇച്ചിരി കേട്ടോ, ഒരുപാടല്ല, കുറച്ച്. നിങ്ങൾ കണ്ടോണം, അതിനൊരു കളർ വരാൻ വേണ്ടിയുള്ള കുറച്ച് സോയാബീൻസ് സോസ്. എന്നിട്ട് ഞാനിത്, പിന്നെ നമ്മൾ ഉപ്പ് കുറച്ച് ഇടാവൂ കേട്ടോ, കാരണം ഉപ്പൊക്കെ ഉണ്ടാവും ഇതിൽ, ഈ സോസുകളിലുണ്ടാവും. എന്നാൽ അതുകൊണ്ട് ഞാൻ ഒരു നുള്ളുപ്പ്, അധികമൊന്നുമില്ല. എന്നിട്ട് ഇത് ഇളക്കി വെള്ളം ഒഴിച്ച് യോജിപ്പിച്ച് എടുക്കണം. ടൊമാറ്റോ സോസ്, സോയാബീൻസിൻ്റെ ഇച്ചിരി സോസ്, ടൊമാറ്റോ കെച്ചപ്പ് കേട്ടോ, കോൺഫ്ലവർ, റൈസ് പൗഡർ, ചില്ലി കാശ്മീരി ചില്ലി പൗഡറാണ്, ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി. പിന്നെ നമ്മളിത് അരച്ച് വച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി കേട്ടോ, അത് ഇട്ട് കൊടുത്തു. ഞാനൊന്ന് നല്ലവണ്ണം ചതച്ചെടുത്തതേ. പിന്നെ ഇത് കുറച്ച് അജ്വൈൻ കേട്ടോ, അജ്വൈനും ഇട്ട് കൊടുത്തു. ഇതിൻ്റെ ബാറ്റർ ശരിയാക്കാൻ അജ്വൈൻ ഇത്തിരി നല്ലതാണ്. പിന്നെ ഇച്ചിരി കസൂരി മേത്തി, പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കസൂരി മേത്തി ഞാൻ കയ്യിലിട്ട് നല്ലവണ്ണം ഒന്ന് പൊടിച്ചിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെ ഇട്ടെന്ന് അറിയാമോ? റൈസ് പൗഡർ, നമ്മുടെ കോൺഫ്ലവർ, ടൊമാറ്റോ കെച്ചപ്പ്, ഇച്ചിരി കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളി വേണമെന്നുള്ളവർക്ക് ഇടാം, ചിലവർ ഇഞ്ചി മാത്രം. ഞാനതിൽ ഒരു പച്ചമുളക് ഇത്തിരി എരിവിന് വേണ്ടി ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അജ്വൈൻ ഇട്ടു, പിന്നെ കസൂരി മേത്തി കേട്ടോ, ഇത്ര തന്നെ. പിന്നെ ചില്ലി പൗഡറൊക്കെ അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത്
പതുക്കെ. അപ്പോൾ ഈ ടൊമാറ്റോ സോസ് നമ്മൾ കെച്ചപ്പൊക്കെ ഇടുന്നുള്ളതുകൊണ്ട്, ഇപ്പോൾ സോയാബീൻസിൻ്റെ സോസൊക്കെ ഇടുന്നുള്ളതുകൊണ്ട് ഉപ്പ് നോക്കിയൊക്കെ വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇത് ഈ കോൺഫ്ലവർ ഇടുമ്പോഴേ നല്ലവണ്ണം മൊരിഞ്ഞ് കിട്ടുമേ. എന്നിട്ട് ഇത് നല്ലവണ്ണം ഇതിൻ്റെ ബാറ്റർ ഇളക്കി യോജിപ്പിക്കുക, അവിടെ വെക്കുക. എന്നിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് മുക്കി എണ്ണയിൽ വറുത്തെടുക്കുക കേട്ടോ. കരിവേപ്പിലയിട്ട് വറുത്താലും കൊള്ളാം, ഇല്ലെങ്കിലും കൊള്ളാം. അപ്പോൾ അതിനൊരു കളറും ഒക്കെ കിട്ടുമേ. അപ്പോൾ ഞാൻ ഒരു കയ്യിൽ വീഡിയോ ആയതുകൊണ്ട് ഇത് ഇളക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു പാകത്തിൽ ഈ ബാറ്റർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം അതിൻ്റെ ഇതിൽ. അപ്പോൾ ഇതൊരു കളറൊക്കെ കിട്ടും കേട്ടോ, അതിനാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കോവിക്കനുസരിച്ച് ചെറിയ കോവി കിട്ടിയ വലിയ കോവി കിട്ടാം. അപ്പോൾ കോളിഫ്ലവർ കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ബാറ്ററൊക്കെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ എന്തൊക്കെ ഇട്ടു? കസൂരി മേത്തി ഇട്ടു എക്സ്ട്രാ ആയിട്ട്. കസൂരി മേത്തിയുടെ ഫ്ലവറും അജുവൈൻ്റെ ഇതും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വയറ്റിനൊന്നും അജുവൈൻ ഇടുമ്പോൾ നമുക്ക് വയറ്റിനൊന്നും ഒരു കേടും വരില്ല. ഗ്യാസ് ഈ എൻ്റെ കോളിഫ്ലവറിൽ ഇച്ചിരി ഗ്യാസ് കൂടുതലാണ്, അപ്പോൾ അതൊന്നും വരില്ല. അതിനാണ് ഈ ബംഗാളീസ് അജുവൈൻ ഇടുന്നത് കേട്ടോ. ഇഞ്ചിയൊക്കെ ഇട്ടിരുന്നാൽ അജുവൈൻ ഇടുന്നത് നല്ലതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ ബാറ്റർ ശരിയാക്കി ഇത് അടച്ചു വെക്കട്ടെ. ഇപ്പം നമ്മൾ ഈ ബാറ്ററിൽ ഓരോന്ന് കോളിഫ്ലവർ ഇതുപോലെ എടുത്തിട്ട് മുക്കി എണ്ണയിലിട്ട് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കോളിഫ്ലവർ ഇവിടെ അടച്ചു വെച്ചു, ഇതും അടച്ചു വെച്ചു. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇരിക്കട്ടെ. ഇനി അടുത്തത് നമുക്ക് പീച്ചിങ്ങയുടെ പരിപാടി നോക്കാം. അപ്പോൾ ഞാൻ ചീനിച്ചട്ടി വെച്ചു. സംശയിക്കേണ്ട ഫ്രണ്ട്സ്, ഞാൻ ഇങ്ങനത്തെ കറികൾ ബംഗാളി കറികൾ വെക്കുമ്പോൾ എപ്പോഴും കടുകെണ്ണ ഇട്ടേ ഉപയോഗിക്കുള്ളൂ. അപ്പോൾ ഞാൻ കടുകെണ്ണയാണ് ഇടുന്നത്. ഈ കടുകെണ്ണയിൽ ഒരു ചൂടായി ഇതൊരു പുക പോലെ വരുമ്പോൾ ഓർത്തോണം കടുകെണ്ണ ചൂടായിരുന്നു. അപ്പോൾ കഴിക്കുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കടുകെണ്ണ ഒഴിച്ചിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ കറികളൊക്കെ നമ്മൾ ഏകദേശം ബംഗാളി കറികളൊക്കെ, അപ്പോൾ നമ്മുടെ കേരളീയ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചാൽ നല്ലതെന്ന് പറയുന്ന പോലെ ബംഗാളി കറികൾ ചിലത് ടേസ്റ്റ് കൂടുതലും കടുകെണ്ണയിൽ ഉപയോഗിക്കുന്നത് തന്നെയാണ്. അപ്പോൾ ഞാൻ കടുകെണ്ണ ഒഴിച്ചു. ഇതൊന്ന് ചൂടായി ഇതിങ്ങനെ ഒരു പുക പോലെ വരും. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരു ധൂമ പോലെ വരുമ്പോൾ ഓർത്തോണം കടുകെണ്ണ ഒക്കെയാണ്. നമ്മൾ കണ്ണ് വെച്ച് കൊടുത്താൽ കണ്ണൊക്കെ നീറും കേട്ടോ ആ പുക വരുമ്പോൾ. എന്ന് പറഞ്ഞാൽ കരിഞ്ഞു പിടിക്കാൻ അങ്ങനെയൊന്നും അല്ല, ഒരു ചൂടാകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ കടുകെണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ കരിഞ്ജീരകം ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കറുത്ത ജീരകമാണ് ഇടുന്നത്. ഇത് മെയിൻ കറുത്ത ജീരകമാണ് ഇടുക, അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത്. കണ്ടല്ലോ, കറുത്ത ജീരകം ഇട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. തീയൊക്കെ കുറച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇടുക. ഉരുളക്കിഴങ്ങ് ഇട്ടു. ഓരോ നാട്ടിലും ഓരോ കറിയല്ലേ. നമ്മൾ ചേര തന്നെ നാട്ടിൽ പോയാൽ ചേര തിന്നണമെന്നൊക്കെ പഴയ ആൾക്കാർ പറഞ്ഞിട്ടില്ലേ. നമ്മൾ വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നതല്ലേ ഫ്രണ്ട്സ്. നമ്മുടെ മക്കളൊക്കെ ഇവിടെ ജനിച്ച് വളർന്നുകൊണ്ട് അവർക്ക് ഈ ബംഗാളി കറികളോട് വലിയ താല്പര്യമാണ് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് വറുത്തെടുക്കണ്ട, ഇതൊരു പകുതി ഫ്രൈ ആക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ. വറുത്തൊന്നും നമ്മൾ എടുക്കരുത്. ഇത് തന്നെ വെന്തോളും. വെള്ളം ഒഴിക്കാതെ തന്നെ നമ്മൾ വേവിക്കുന്ന കറിയാണിത് കേട്ടോ. വെള്ളം ഒട്ടും ഇതിൽ തൊടുകില്ല. നമ്മൾ അങ്ങനെ വേവിക്കുന്നത്. നമ്മൾ വെള്ളം എന്ന് പറഞ്ഞാൽ ആ കൂട്ട് നമ്മൾ പോപ്പി സീഡ് ഇടൂലേ, അതൊന്ന് ആ മിക്സിയിൽ ഒരു ടീസ്പൂൺ വെള്ളം ഒന്ന് കഴുകി ഒഴിക്കുന്നതല്ലാതെ അത് ലാസ്റ്റ്, ഇപ്പോഴൊന്നും അല്ല. ഞാൻ എങ്ങനെ ഇത് ഫ്രൈ ഒന്നും ആക്കരുത്. ഫ്രൈ ആക്കിയാൽ കൊള്ളൂല കേട്ടോ. ഇതിന് കാണിച്ചു തരാം. അതായത് ഒരു കാൽ ഫ്രൈ ആവണം. അപ്പോൾ ഇത് ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് വെന്തും കിട്ടും, നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇങ്ങനെ ഒന്നായി വരുന്നുണ്ട് കേട്ടോ. ഒരു അരഭാഗം ഫ്രൈ എന്ന് പറയാനില്ല, ഇങ്ങനെ ഈ ഒരു പാകത്തിന് കേട്ടോ. ഈ ഒരു പാകത്തിന് വരുമ്പോഴാണ് നമ്മൾ പീച്ചിങ്ങ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങൊന്നും ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകരുതേ. അപ്പോൾ ഒരു ചുവന്ന കളറൊക്കെ ഫ്രൈ ആയത് വരും. അങ്ങനെ വരാൻ പാടില്ല കേട്ടോ. അങ്ങനെ വന്നാൽ അതിന് വലിയ ടേസ്റ്റില്ല. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് വേകുകയും ചെയ്യും. നമ്മൾ വെള്ളമില്ലാതെ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉരുളക്കിഴങ്ങ് വേകുകയും ചെയ്യും. ഈ ഒരു ഭാഗം കണ്ടില്ലേ, ഈ ഒരു കാൽ ഭാഗം ഒന്ന് വറുത്തിട്ട് നമ്മൾ ഈ പീച്ചിങ്ങ ഇട്ട് കൊടുക്കുന്നു. വേണമെന്നുള്ളവർക്ക് ഇപ്പോൾ മഞ്ഞ കളർ വേണമെന്നുള്ളവർക്ക് ഒരു നുള്ള് പിഞ്ച് ഇടാം. പക്ഷേ ഇത് മഞ്ഞ കളർ എനിക്ക് വേണ്ട, നമ്മൾ വെള്ള കളറിൽ തന്നെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി വേണമെന്നുള്ളവർക്ക് ഒരു പിഞ്ച്, അതായത് വലിയ മഞ്ഞപ്പൊടിയല്ല, ജസ്റ്റ് ഒരു മഞ്ഞ കളറാകാൻ. ഞാൻ മഞ്ഞൾ ഇടാറില്ല ഇതിൽ, പക്ഷെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഇത്തിരി ഇട്ട് കാണിച്ചുതരാം. അത് ഇത്തിരി ഒരു ചെറിയ ഒരു മഞ്ഞ കളറൊന്നും പറയാൻ പാടില്ല, ഇത് വെള്ള കളറിൽ ഈ കറി വരുന്നത് കേട്ടോ. പൊസ്തോ എന്ന് പറയുന്നത് അങ്ങനെ പോപ്പി സീഡിൻ്റെ കറി. പിന്നെ നമ്മൾ ഇത് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങിനും നമ്മൾ ഈ പീച്ചിങ്ങയ്ക്കും ഇപ്പോൾ തീ കുറച്ചിടണം, കരിഞ്ഞു പിടിച്ച് പോവും.
ഉരുളക്കിഴങ്ങൊക്കെ. അങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അധികം ഫ്രൈ ആയാൽ ശരിയാവില്ല. അപ്പോൾ ഇത് എളുപ്പമുള്ള കറിയാണ് കേട്ടോ. പിന്നെ ഇതിന് ഇത്തിരി എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ പോപ്പി സീഡിന് വലിയ വില കൂടുതലാണ്. ഞാനിവിടെ ബംഗാളിലൊക്കെ വരുന്ന സമയത്ത്, കൽക്കട്ടയിൽ വരുന്ന സമയത്ത് ഒരു 100 ഗ്രാം പാക്കറ്റിന് 30 രൂപ 35 രൂപ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് 180 രൂപയായി കേട്ടോ. അപ്പോൾ അതിന് മാത്രമേ ഉള്ളൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാം. ബാക്കിയൊന്നും നമുക്കധികം വിലയൊന്നും ഇല്ലാത്തതാണ്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞതുപോലെ ഈ പീച്ചിങ്ങയിലും ഉരുളക്കിഴങ്ങിലും പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പ്, അത് കഴിഞ്ഞ് നമ്മൾ പോപ്പി സീഡ് ഇട്ടിട്ടൊന്ന് നോക്കും ഉപ്പുണ്ടോ എന്നൊക്കെ കേട്ടോ. അപ്പോൾ അതിന് ഈ നമ്മുടെ കഷ്ണത്തിൽ ഉപ്പ് പിടിക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയുള്ള ഉപ്പിട്ട് ഒന്ന് തീ കുറച്ച്, തീ ഭയങ്കര ലോ ഫ്ലെയിമിൽ വച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് അടച്ചു കൊടുത്ത് വേവിക്കുക. വെള്ളം ഒന്നും ഒഴിക്കരുത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നൊന്ന് ഇളക്കി കൊടുക്കണം, അടിയിലൊന്നും പിടിക്കാതെ. ഇച്ചിരി പേഷ്യൻസ് വേണം കേട്ടോ ഈ കറിക്കൊക്കെ. വളരെ ലോ ഫ്ലെയിമിലൊക്കെ വേണം വെച്ച്. പിന്നെ പോപ്പി സീഡെന്ന് പറഞ്ഞാലേ ശരീരത്തിന് അത്യുത്തമമായ ഒരു സാധനമാണ്. അതുകൊണ്ട് ഈ കറി ഭയങ്കര രസമാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിക്കുക. അപ്പോൾ ഞാൻ ഈ ബ്ലാ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ഫീഡ്ബാക്ക് ചെയ്യണം കേട്ടോ. ഓൾ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ വരും, എൻ്റെ വീഡിയോസ് എല്ലാം വരും. അപ്പോൾ എന്നും കണ്ടൻറ്റ് കൊണ്ടുവരണ്ടേ. എൻ്റെ മോൻ ഇവിടെ തന്നെ കിടപ്പുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, എന്നെ വിട്ട് പോയേയില്ല. അവൻ എൻ്റെ ജാൻ കൊണ്ടുപോകുന്നതാണ്. കണ്ടോ, ഇത് കണ്ടോ, അവൻ എത്ര മണിക്കൂറായെന്നറിയുമ്പോൾ ഞാൻ അടുക്കളയിൽ വർക്ക് ചെയ്യുന്ന, അവൻ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടോ. ഇത് അടച്ചു വെച്ച് കൊടുക്കുന്നു കേട്ടോ. എന്നിട്ട് ഇരിക്കട്ടെ, അടച്ചു വെച്ച് കൊടുക്കുന്നു. അത് ഇനി പതുക്കെ ഇരുന്ന് വേകട്ടെ. ഫ്രണ്ട്സ്, മോൻ്റെ ചോറിന് വേണ്ടിയുള്ള വെള്ളം വെച്ചു കേട്ടോ. ഇടയ്ക്ക് പീച്ചിങ്ങ എങ്ങനെയും നോക്കട്ടെ. പീച്ചിങ്ങ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, അതിലുള്ള വെള്ളമാണ് കേട്ടോ. പക്ഷെ പീച്ചിങ്ങ നല്ലവണ്ണം വേകണം കേട്ടോ. അത് വെന്തോളും. പീച്ചിങ്ങ നല്ലവണ്ണം വെന്തില്ലെങ്കിൽ ഒരുമാതിരി അതിൻ്റെ തോലൊക്കെ കുത്തി ഇരിക്കും. പിന്നെ ഒന്ന് വേകട്ടെ, ഇത്തിരി പേഷ്യൻസൊക്കെ വേണം. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് ബൈഗൺ അരിഞ്ഞു വെച്ചു. മോൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഒന്ന് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ബൈഗൺ അരിഞ്ഞു വെച്ചു കേട്ടോ. അരിഞ്ഞു വെച്ചു. ഇത് മിക്സിയിൽ നിന്ന് മാറ്റി ഈ പോപ്പി സീഡൊക്കെ. അപ്പോൾ ഇതും ഒന്ന് ശരിയാക്കണം. അപ്പോൾ മോൻ്റെ സ്വീറ്റ് പൊട്ടറ്റൊക്കെ ശരിയായി കേട്ടോ, നല്ലവണ്ണം വെന്തു. ഇത് കണ്ടോ, നല്ലവണ്ണം വെന്തു കേട്ടോ. ഇത് ഞാൻ കൈ കൊണ്ട് പീച്ചേ, തൈരും ഒക്കെ ആയിട്ട്. ഇത് കണ്ടോ, നല്ലവണ്ണം വെന്തു. കൈ കൊണ്ടൊക്കെ നമ്മൾ പീച്ചിടുമ്പോൾ ഇത് ശരിയായിട്ട് വരും. ആ സമയത്ത് തൈരൊക്കെ ഒഴിച്ച് ചോറൊക്കെ ആയിട്ട് ഒന്ന് പീച്ചി അവന് കൊടുക്കണം, എൻ്റെ മോന്, കുഞ്ഞു മോന്. പിന്നെ ഇത് വറക്കേണ്ട കയ്യിലൊക്കെ എടുത്ത് വച്ചിട്ടുണ്ട്, അരിപ്പ കയ്യിൽ. ഇതൊക്കെ മോൾ എണീക്കുമ്പോൾ സമയത്തിന് വറുത്ത് കൊടുത്തില്ലേ അത് തണുത്ത് പോകും കേട്ടോ. അതുകൊണ്ടാണ് ആ ബാറ്ററൊക്കെ ശരിയാക്കി നിങ്ങളെ കാണിച്ചു തന്നിട്ട് ഇങ്ങനെയൊക്കെ വറക്കണമെന്ന് പറയുന്നത് കേട്ടോ. ആര്യവേപ്പില ബൈഗന് എണ്ണയിലിട്ട് വറുത്ത് നിങ്ങൾക്ക് കാണിച്ചത് അല്ലേ. ഇതിപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ആര്യവേപ്പില ഞാൻ വെറുതെ ഒന്ന് എണ്ണയില്ലാതെ ഒന്ന് ചൂടാക്കി ഇതെടുത്തു കേട്ടോ. ചീനച്ചട്ടിയിൽ ചൂടാക്കി നമ്മളൊരു പാത്രത്തിലാകെ ചൂടാക്കി എടുത്തിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്യണം. ഇങ്ങനെ കണ്ടോ, ഇതൊന്ന് ഇങ്ങനെ ക്രഷ് ചെയ്ത് വെക്കുക. നമ്മൾ ആ ഇലകളൊക്കെ ഒന്ന് ചൂടാക്കുക. അപ്പോൾ എന്താണെന്നറിയാമോ, ഇച്ചിരി കയ്പ്പ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ ഇങ്ങനെയും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 തരത്തിൽ നീമ്പത്ത അരിവേപ്പില ഉണ്ടാക്കേണ്ടത് ഞാൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. അപ്പം ഞാനിത് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എണ്ണയൊന്നും ഇടാതെ വെറുതെ നമ്മൾ കറിവേപ്പിലയൊക്കെ ചൂടാക്കൂലേ, അതുപോലെ ചൂടാക്കിയിട്ട് ഇത് ക്രഷ് ചെയ്ത് ഇത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ബൈഗൺ നമുക്ക് കത്തിരിക്ക വറക്കണമെങ്കിൽ ഇച്ചിരി എണ്ണ തന്നെ വേണം. അപ്പോൾ കത്തിരിക്ക നമ്മൾ കടുകൊന്നും ഇടുന്നില്ല. നേരത്തെ ഞാൻ കടുകൊക്കെ ഇട്ട് അതൊരു ടേസ്റ്റിന് വേണ്ടി. ഇത് വെറുതെ എണ്ണ ഒഴിച്ച് ഞാൻ വറുത്തതിന് ശേഷം ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ക്രഷ് ചെയ്ത ഇതുണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കും. അപ്പോൾ അത്ര അധികം കയ്പുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയും ആര്യവേപ്പില ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ 2 തരത്തിൽ ആര്യവേപ്പില ഉണ്ടാക്കേണ്ട വിധം ഞാൻ കാണിച്ചു തന്നു. ഇതിപ്പോൾ ആദ്യം ഇതിൻ്റെ പത്തയൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുക, എണ്ണയില്ലാതെ ചൂടാക്കിയെടുക്കുക, പൊടിക്കാൻ പറ്റിയണ വിധത്തിൽ. അപ്പോൾ ഇതധികം കയ്പുണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയും നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ആര്യവേപ്പിലൊക്കെ വേറെ ചീനച്ചട്ടി വെച്ചിട്ട് ഞാൻ ഇതിട്ടു. തീ കുറച്ച് വെച്ച്, അപ്പോൾ നമ്മൾ കത്തിരിക്ക ഇടുമ്പോൾ എത്ര എണ്ണ ഒഴിച്ചാലും കാണില്ല. അപ്പോൾ തീ കുറച്ച് വെക്കുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതിയേ. എന്നിട്ട് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ കൈ കൊണ്ട് പൊടിച്ച് വെച്ച ഇതൊന്ന് വഴണ്ടതിന് ശേഷം പൊടിച്ച് വെച്ച ആര്യവേപ്പില ഇതിലേക്ക് ഇടും കേട്ടോ. അപ്പോൾ ആര്യവേപ്പിലേക്ക് അധികം കയ്പുണ്ടാവില്ല. നേരത്തെ ഞാൻ ഉണ്ടാക്കിയതും ടേസ്റ്റാണ്. ഇച്ചിരി കടുക് ഇട്ടിട്ട് ആര്യവേപ്പില ഇതും കൂടെ വഴറ്റിയെടുത്തത് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം.
പിന്നെ അതേ ഇവിടെ അരി കിടപ്പുണ്ട്, മോൻ്റെ അരി വേകാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ ദേ പീച്ചിങ്ങ വെന്ത് വരുന്നു, ഇച്ചിരിയും കൂടെ വേകാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ തോട് പോലെ കിടക്കാൻ പാടില്ല പീച്ചിങ്ങ നല്ലവണ്ണം വെന്തലിയണം. തോട് പോലെ കിടന്ന മോൾക്ക് ഇഷ്ടമല്ല കേട്ടോ. മോൾക്ക് നല്ല പീച്ചിങ്ങ വെന്തില്ലെങ്കിൽ അവൾ വെന്തില്ല എന്ന് പറയും. അപ്പോൾ ഇത് തോട് പാടില്ല. അപ്പം ഞാൻ ഇങ്ങനെ ചീകി എടുത്തതാണല്ലോ. അപ്പോൾ ഇതൊന്നും കൂടെ വേകട്ടെ. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, അതിന്ന് വരുന്ന വെള്ളം തന്നെ കേട്ടോ. എണ്ണോ നമ്മുടെ പൊന്നെ അടുക്കളയിൽ കിടന്നാണെന്ന് ചൂടായെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന പാവം കേട്ടോ. ഇനിയിപ്പോൾ അവന് ചോറ് വെന്ത് കഴിഞ്ഞ് അവൻ ഉടനെ തന്നെ ചോറ് കൊടുക്കും. അത് കഴിയുമ്പോൾ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യും. അപ്പോൾ എല്ലാവരും തിരക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കുക്കിംഗ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കുക്ക് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ വീഡിയോയും കൂടെ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, നോക്കി കണ്ടൊക്കെ ചെയ്തില്ലേ കൈയൊക്കെ പൊള്ളും. അരിയുന്നതൊക്കെ ചിലപ്പോൾ കൈയൊക്കെ മുറിഞ്ഞെന്നിരിക്കും. അപ്പോൾ ഈ പടപടാന്ന് എടുക്കുന്ന വീഡിയോ അല്ലേ, അപ്പോൾ ഇത്തിരി റിസ്ക് പിടിച്ച സംഭവങ്ങളാണ് കേട്ടോ കുക്കിങ്ങിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്യുക കേട്ടോ. എൻ്റെ ഫീഡ്ബാക്കൊക്കെ തന്നാലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇപ്പം ഞാൻ ബാക്കിയുള്ള പണിയും കൂടെ തീർത്ത് നമ്മുടെ അച്ചിങ്ങയൊക്കെ ഏത് പരുവത്തിലായെന്നൊക്കെ കാണിച്ചു തരണ്ടേ നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ ഫ്രണ്ട്സ്? എല്ലാവർക്കും ഇഷ്ടമാണോ? എൻ്റെ മോനെ, എൻ്റെ പൊന്നിൻ്റെ മമ്മിയുടെ വീഡിയോ ഒക്കെ ഇഷ്ടമാണോ? നമ്മുടെ വഴുതലങ്ങയിൽ പെട്ടെന്ന് ബൈഗൻ വന്നു പോകുന്നു, എല്ലാം വന്നു പോകുന്നു ബംഗാളി. അതാണ് ഈ ബാന്ന് ഇടയ്ക്ക് തപ്പുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കത്തിരിക്കയിൽ തീ കുറച്ചിട്ട് ഞാനിങ്ങനെ ഒന്ന് വഴറ്റിയിട്ട് ഉപ്പും ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടു. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് വേറൊരു തരത്തിലാണ്. അത് ആ കടുകിൻ്റെയൊക്കെ ഒരു രസം ഉണ്ടാകുമ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിങ്ങനെ ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഞാൻ ആ ക്രഷ് ചെയ്ത ഇതിലേക്ക് ഇടും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇത് വേറൊരു ടൈപ്പ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ആര്യവേപ്പില ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ട് ആദ്യമേ ഒന്ന് ചൂടാക്കി പൊടിച്ചതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ വലിയ കയ്പുണ്ടാവില്ല. കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആര്യവേപ്പില ഇട്ട് കൊടുക്കുന്നു, കണ്ടോ. എന്നിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഞാൻ തീയൊന്നും കത്തിക്കുന്നില്ല കേട്ടോ. അടച്ച് വെക്കുക. ഇതിങ്ങനെ കഴിക്കുന്നതും ഒരു ടേസ്റ്റാണ്. ഈ മാസത്തിലെന്ന് പറഞ്ഞാൽ കഴിക്കണം. നമ്മൾ ഇടുമ്പം കുറച്ച് ആര്യവേപ്പിലയുടെ മണമൊക്കെ വരും കേട്ടോ. പക്ഷെ എന്നും പറഞ്ഞ് കയ്പൊന്നുമില്ല. പിന്നെ കൊച്ചു കുട്ടികൾക്കായാലും ഇടയ്ക്കൊക്കെ ഈ പാവക്കയുടെ കയ്പ്, ഇങ്ങനത്തെ കയ്പൊക്കെ ഇടയ്ക്കൊക്കെ നമ്മളെ ശരീരത്തിൽ ചെല്ലുന്നതും നല്ലതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന നോക്കുക. നമ്മളവിടെയൊക്കെ ഇഷ്ടം പോലെ ആര്യവേപ്പില മരവും കറിവേപ്പില മരവും എല്ലാ വീടുകളിലും ഇല്ലാത്തതില്ല. ആര്യവേപ്പിലയും കറിവേപ്പിലയും ഇല്ലാത്ത വീടുകളില്ല നമ്മുടെ നാട്ടിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക, നല്ലതായിരിക്കും. അലർജിയും സ്കിൻ ഡിസീസൊക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടാൻ നല്ലതായിരിക്കും. ഒരു ആൻറ്റിബയോട്ടിക് ഇലയൊക്കെ അല്ലേ, ഒരുപാട് കഴിക്കുന്നതൊന്നും നല്ലതല്ല കേട്ടോ. അങ്ങനെ ഒരുപാട് കഴിക്കാനും പാടില്ല. പിന്നെ ഞങ്ങൾ ഇന്നും നാളെയും കഴിക്കും, പിന്നെ അടുത്ത ആഴ്ച കഴിക്കുള്ളൂ. അങ്ങനെ ഈ മാസം കഴിഞ്ഞാൽ പിന്നെ കഴിപ്പില്ല കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ നമ്മുടെ പീച്ചിങ്ങയൊക്കെ ശരിയായിട്ട് വന്നു. അതിൽ കൂടെ ഞാൻ അരച്ച് വെച്ച പോപ്പി സീഡൊക്കെ ഇട്ട് കൊടുക്കുന്നു. ഇതിൻ്റെ കൂടെ ഇച്ചിരി വെള്ളം ഒഴിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഒരുപാടല്ല, ഒരു 2 ടീസ്പൂൺ. അതിൽ നിന്ന് ആ അരപ്പ് അങ്ങോട്ട് പോകണ്ടേ, അതിന് വേണ്ടി. പിന്നെ നമ്മൾ അരപ്പ് ഇട്ട് കൊടുത്താൽ തീ കുറച്ചിട്ട് ഒരു 2 മിനിറ്റ്, ഉപ്പുണ്ടോയെന്ന് നോക്കിയിട്ടൊക്കെ വേണം ഇടാം. ഉപ്പ് അധികം ഇടുന്നത് ശരിയല്ല കേട്ടോ. നോക്കിയിട്ട് 2 മിനിറ്റ് ഈ ഒരു അരപ്പിൻ്റെ ആ ഒരു കുത്തൽ മാറാൻ വേണ്ടി ഒന്ന് അടച്ചു വെക്കുക. അപ്പോൾ ഞാൻ ആ അരപ്പിട്ടില്ലേ, ആ പാത്രം കഴുകി അതിൻ്റെ അകത്ത് ഒരുപാട് ഈ ഇച്ചിരി പോപ്പി സീഡ് തീരുന്നതെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര നഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ച് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് അടച്ചു വെക്കുക. ഉപ്പ് നോക്കുക, എന്നിട്ടൊന്ന് തിളക്കാൻ വേണ്ടി വെക്കുക. തിളക്കാൻ ഒന്ന് ചൂടായി ഇതുപോലെ ഒന്ന് 2-3 മിനിറ്റ് വെക്കുക. അപ്പോൾ നമ്മുടെ അളിചിങ്ക പോസ്ത എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല സൂപ്പർ കറിയാണ്, നല്ല ടേസ്റ്റ് കണ്ടോ. ഇതിൽ വേറെ ഒന്നുമില്ല. ഇതിൽ ഇത്തിരി എക്സ്പെൻഡിച്ചറായിട്ട് വരുന്നത് ആ പോപ്പി സീഡിൻ്റെ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് പരിപ്പ് അറോദാൽ നല്ലവണ്ണം ഒന്ന് വേവിച്ച് അതിൻ്റെ കമർപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നല്ലവണ്ണം വേവിച്ച് ഇച്ചിരി നെയ്യും ഇച്ചിരി ജീരകവും ഇട്ട് ഇതിൻ്റെ കൂടെ ചൂടോടെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. ഇതാണ് അതിൻ്റെ കോമ്പിനേഷൻ. അപ്പോൾ അളിചിങ്ക പോസ്തയായി. പിന്നെ ഞാൻ ആര്യവേപ്പിലയെല്ലാം മാറ്റിയിട്ടില്ല കേട്ടോ, കാരണം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. വേറെ പാത്രത്തിൽ മാറ്റേണ്ട, അത് ഇത്തിരി കയ്പ് പിടിച്ചതല്ലേ. പിന്നെ അതേ
കോബി എടുത്ത് വച്ചിട്ടുണ്ട്, അതിൻ്റെ ബാറ്ററൊക്കെ ശരിയാക്കി വച്ചിട്ടുണ്ട്. മോള് എണീറ്റ് വരുമ്പോഴത്തേക്ക് ഞാനത് വറുത്ത് കൊടുക്കും കേട്ടോ. പിന്നെ മോൻ്റെ ചോറ് ഇരിക്കുന്ന അവന് കൊടുത്തിട്ട് ഇത് വറുക്കാനൊക്കെ നിൽക്കും. അപ്പോൾ ഇന്ന് കുറച്ച് വിശേഷങ്ങളായിട്ടൊക്കെ വന്നതാണ് കേട്ടോ. അടുത്തത് എൻ്റെ മോൻ്റെ ചോറൊക്കെ തണുത്തു. സ്വീറ്റ് പൊട്ടറ്റോയും മത്തങ്ങയൊക്കെയാണ് കേട്ടോ. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തൈരും കൂടെ അങ്ങോട്ട് ഒഴിച്ചിട്ട് നല്ല പീച്ച് ഈ സ്വീറ്റ് പൊട്ടറ്റയും മത്തങ്ങയും, നാളെ അവന് ഞാൻ ആപ്പിളും പഴവുമൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം താഴത്തെ സാധനങ്ങൾ പറക്കുന്നുള്ളതുകൊണ്ട്, താഴത്തെ സാധനങ്ങൾ പാക്ക് ചെയ്യുന്നുള്ളതുകൊണ്ട് കുറച്ച് ദിവസം അവന് ചിക്കൻ വേവിച്ചും വാരിയൊക്കെ രാവിലെ കൊടുത്തിട്ട് വേണം പോവാൻ കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ ഈ സ്വീറ്റ് പൊട്ടറ്റയും മത്തങ്ങയും എല്ലാം കൂടെ, മത്തങ്ങയൊക്കെ അവർക്ക് സ്കിന്നും അയറനൊക്കെ നല്ലതായിരിക്കും കേട്ടോ, നമുക്കായാലും നല്ലതല്ലേ. അപ്പോൾ കൊച്ചിനിങ്ങനെ കൊടുക്കും. അത് ഇടയ്ക്ക് ഒന്ന് അതിൻ്റെ ഈ ഇപ്രാവശ്യം കിട്ടിയ സ്വീറ്റ് പൊട്ടറ്റോ ഒന്ന് എന്തോരം കുക്കറിലിട്ട് അടിച്ചിട്ട് പറ്റുന്നില്ല കേട്ടോ. കുറച്ചും കൂടെ തൈര് ഒഴിക്കാം. അവന് ഈ ബ്ലാ ബ്ലാ ഇരുന്നില്ലെങ്കിൽ അവൻ കഴിക്കൂല കേട്ടോ, തുപ്പിക്കളയും. അതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഇത് നല്ലവണ്ണം ഒന്ന് പീച്ചി അവന് ഇനി മെഡിസിൻ കൊടുക്കണം. അവനെ കെട്ടിയിട്ടിട്ട് മെഡിസിൻ കൊടുക്കണം. ഭക്ഷണത്തിന് മുമ്പുള്ള മെഡിസിൻ കൊടുക്കണം. അത് കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം കൊടുക്കാൻ പാടുള്ളൂ എന്നാണ് പണ്ട് തൊട്ടേ ഡോക്ടർ പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ അത് അങ്ങനെ കൊടുത്ത് 2 മിനിറ്റ് കഴിഞ്ഞ് ഇതൊക്കെ വാരി കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇന്ന് ഇത്രയും നമ്മുടെ തിരക്കുകളും എൻ്റെ മോൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഓൾ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാം തന്നെ കിട്ടും. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ. അപ്പോൾ മോന് ഈ ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ വരാം. അതുവരേക്കും ബൈ. നാളെ വരാം കേട്ടോ നല്ല വീഡിയോ ആയിട്ട്.